നിൻ സാന്നിധ്യം മതി ഞങ്ങൾക്ക്, നിൻ കൃപകൾ മതി ഞങ്ങൾക്ക്, നിൻ പൊന്മുഖം കണ്ടിടുമ്പോ എൻ ദുഃഖമെല്ലാം മാറിപ്പോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തിമോത്തിയോസിന് എഴുതിയ ഒന്നാമത്തെ ലേഖനം 1-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യം. ചിലർ നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവരുടെ വിശ്വാസ കപ്പൽ തകർന്നു പോയി. ഹുമനിയോസും അലക്സാണ്ടറും ആ കൂട്ടത്തിൽ ഉള്ളവരാകുന്നു. പൗലോസിന്റെ കാലഘട്ടത്തിൽ ആത്മീക ശുശ്രൂഷയ്ക്കായി ഇറങ്ങിത്തിരിച്ച, ദൈവിക വെളിപ്പാട് പ്രാപിച്ച, വിശ്വാസ ജീവിതത്തിനായി ആരംഭം കുറിച്ച 2 പേർ. അവർ തകർന്നേ? അവരുടെ വിശ്വാസ കപ്പൽ തകർന്നതെന്താ? അവരുടെ നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞു. അസാധാരണമായ ഒരു ശുശ്രൂഷ ഇന്ന് രാത്രി ആഗ്രഹിക്കുന്നു. പലപ്പോഴും നാം ശ്രദ്ധിക്കാത്ത ചില വിഷയങ്ങൾ ഇന്ന് രാത്രി നമുക്ക് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. പ്രാധാന്യമില്ലെന്ന് നമ്മൾ കരുതുന്നത് പലതും വേദപുസ്തകത്തിൻ്റെ താളുകളിൽ അതീവ പ്രാധാന്യത്തോടെ ദൈവാത്മാവ് വെളിപ്പെടുത്തി. എന്തിനാ തിമോത്തിയോസിനോട് ഇത് പറഞ്ഞ പൗലോസ്? ആത്മീക ശുശ്രൂഷ രംഗത്ത് ശക്തനായി നിൽക്കുന്ന ഒരു ദൈവദാസൻ തൻ്റെ കൈവപ്പിനാൽ കൃപാവരം കിട്ടി അടുത്ത തലമുറയ്ക്ക് ഒരു സന്ദേശം പകർന്നപ്പോൾ ആ സന്ദേശത്തിൽ എന്തിനിത് പ്രതിപാദിച്ചു? നിജപുത്രനായ തിമോത്തിയോസേ, വിശ്വാസ കപ്പൽ തകർന്നു പോകാതിരിക്കണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നല്ല മനസാക്ഷിയെ നിലനിർത്താൻ നീ പ്രാർത്ഥിക്കണം. എന്തിനാ പൗലോസ് പറഞ്ഞത്? ഈ ആജ്ഞയുടെ ഉദ്ദേശമോ ശുദ്ധ ഹൃദയം, നല്ല മനസാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉളവാകുന്ന സ്നേഹം തന്നെ. അഭിഷേകം നമ്മുടെ മേൽ വ്യാപരിക്കുന്നില്ല എന്നുള്ളതല്ല നമ്മുടെ തടസ്സം ദൈവമക്കളെ. വ്യാപരിക്കുന്ന അഭിഷേകത്തെ അതിന്റെ നിലകളിൽ ഉപയോഗിക്കാൻ കഴിയാതെ നല്ല മനസാക്ഷിയുടെ മേഖലകൾ കവർച്ച ചെയ്യപ്പെടുന്നത്, സകല രഹസ്യങ്ങളും അറിയുന്നവനും നമ്മുടെ ഹൃദയങ്ങളുടെ വിചാരങ്ങളെ വിവേചിക്കുന്നവനുമായ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി കണ്ടിട്ടൊരു തലമുറയോട് സംസാരിക്കുന്നു. ഉണർവിന്റെ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന നിന്റെ വിശ്വാസ കപ്പൽ ഉടഞ്ഞു പോകാതിരിക്കണമെങ്കിൽ ആത്മമണ്ഡലത്തിൽ ഉയർന്നു വരുന്ന ചില കെണികളെ ഇന്ന് രാത്രി കാണാനുള്ള ആത്മകണ്ണുകൾ ആത്മാവിൽ നിന്ന് പ്രാപിക്കണം. എല്ലായ്പ്പോഴും അഭിഷേകവും അതിന്റെ ജ്വലനവും ചോദിക്കുന്ന നമ്മുടെ പ്രാർത്ഥനകൾ ഇന്ന് രാത്രി ഒന്ന് അവസാനിപ്പിച്ച് നൽകപ്പെട്ട അഭിഷേകത്തിന്റെ മണ്ഡലങ്ങളെ പല സാഹചര്യങ്ങളിലും ജ്വലിപ്പിക്കാൻ കഴിയാതെ തകർന്നുപോയ നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥകളെ ശ്രദ്ധിച്ചും വിവേചിച്ചും ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് രഹസ്യങ്ങളെ പ്രസ്താവിക്കുമ്പോൾ അത് സർവാത്മന സ്വീകരിക്കാൻ മനസ്സുണ്ടോ? നിന്റെ നല്ല മനസാക്ഷിയെ നിലനിർത്താൻ പ്രാർത്ഥിക്കാമോ? കർത്താവേ, നല്ല മനസാക്ഷിയെ നിലനിർത്താൻ ഇന്ന് രാത്രി ശക്തിത. ഈ ദൂത് വായിച്ച തിമോത്തിയോസേ, നിന്റെ പ്രാർത്ഥന എന്താ?
ഈ ലേഖനം വായിച്ച തിമോത്തിയോസേ, നിന്റെ പ്രാർത്ഥനാ മുറിയിൽ ഉയരുന്ന പ്രാർത്ഥന എന്തോ? അത് നല്ല മനസാക്ഷിക്ക് വേണ്ടിയുള്ള നിലവിളിയാണ്. അങ്ങനെ നല്ല മനസാക്ഷിക്ക് വേണ്ടി നിലവിളിച്ചത് നിലനിർത്തുന്നവൻ കൈവെപ്പിനാൽ ലഭ്യമായ കൃപാവരത്തെ ജ്വലിപ്പിക്കും. ഇന്നലെ വ്യാപരിച്ചതല്ല ഇന്ന് രാത്രി, ഈ 6 മണി സമയത്ത് വ്യാപരിക്കുന്നതല്ല ഇന്ന് രാത്രി 8 മണിക്ക്. സ്ഥിതികൾ മാറും. സമയം മാറുന്നതിനനുസരിച്ച് നിന്റെ മേൽ വ്യാപരിക്കുന്നതിന്റെ ജ്വലനം ഇന്ന് രാത്രി അതിന്റെ ആഴങ്ങൾ കാണണമെങ്കിൽ അതിനെ നഷ്ടപ്പെടുത്തുമാറ് വ്യാപരിക്കുന്ന നല്ല മനസാക്ഷിയെ തകർക്കാനുള്ള മേഖലകൾ ഇന്ന് രാത്രിയിൽ ആത്മാവിൽ അടയ്ക്കാൻ എലിയ പ്രവാചക, നിനക്ക് ആകാശം അടയ്ക്കാനും ആകാശത്തിന്റെ കിളിവാതിൽ തുറക്കാനും പ്രാർത്ഥിച്ചാൽ മതിയായിരുന്നു. എന്നാൽ തേജസ്സിന്റെ മേൽ തേജസ് പ്രാപിക്കുന്ന പുതുനിയമ ശുശ്രൂഷയുടെ ആഴങ്ങൾ കണ്ട പുതുതലമുറയ്ക്ക് പ്രാർത്ഥിക്കാനുള്ളത് അവൻ നല്ല മനസാക്ഷിയെ തള്ളിക്കളഞ്ഞ് അവന്റെ വിശ്വാസ കപ്പലിനെ തകർക്കാൻ നിൽക്കുന്ന ആത്മാവിന്റെ ആഴങ്ങളെ അടച്ച് ഈ രാത്രി അവന് പ്രാർത്ഥിക്കാനുണ്ട്. ഇന്ന് രാത്രി നിന്റെ പ്രാർത്ഥനയുടെ ആമേൻ അഭിഷേകം ഈ രാത്രി മാറുകയാ. ആത്മാവ് ഈ രാത്രി സംസാരിക്കുന്നു. ഭാരതത്തിന്റെ യുവതലമുറയുടെ പ്രാർത്ഥനയുടെ നിലവാരത്തെ ഈ ദിവസങ്ങളിൽ മാറ്റി മറിക്കത്തക്ക തരത്തിൽ ദൈവാത്മാവ് ഈ രാത്രി ഇറങ്ങി നിന്ന് യൗവനക്കാരുടെ പ്രാർത്ഥനാ മുറികളിൽ അവരോട് സംസാരിച്ച് നിന്റെ രഹസ്യ മണ്ഡലങ്ങളിൽ ഇന്നലകളിൽ നിന്നെ ഉടച്ചു കളഞ്ഞ അവയെ പിശാചിട്ട പദ്ധതികളെ മഠങ്ങൾക്ക് നിന്നെ തകർക്കാൻ കഴിയത്തില്ല. യോഗകൾക്ക് നിന്നെ ഒതുക്കാൻ കഴിയത്തില്ല. ഇന്ന് രാത്രി ആത്മാവ് തന്റെ ജലത്തോട് സംസാരിക്കുന്നു. ചോദിക്ക് രാത്രി പരിശുദ്ധാത്മാവിനോട്, തമ്പുരാനെ, എന്തിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കണം? ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് കുറവ് വന്നില്ല, ഉപവാസത്തിന് കുറവ് വന്നില്ല, ഫയർ കോൺഫറൻസുകൾക്ക് കുറവ് വന്നില്ല, പവർ കോൺഫറൻസുകൾക്ക് കുറവ് വന്നില്ല. എവിടെയാ തകരാറ്? കൃപാവരം പ്രാപിച്ച തിമോത്തിയോസുമാർ വഴിയാത്രകളിൽ തളർന്നു വീഴുമ്പോൾ എവിടെയാ അതിന്റെ തകരാറ്? ആത്മാവി രാത്രി വചനത്തിലൂടെ പറയുന്നത് ശ്രദ്ധിക്കാമോ? നിനക്കിതറിയത്തില്ലെങ്കിലും ഇതറിയാവുന്ന ആത്മമണ്ഡലം അഭിഷേകം ചെയ്തെടുക്കുന്ന ആമേൻ അനവധി എണ്ണം ഇന്ന് രാത്രി ആമേൻ നടത്തുന്ന ആമേൻ ചില ക്രിയകൾ അഭിഷിക്തന്റെ ശുദ്ധ മനസാക്ഷിയെ തകർക്കാൻ വേണ്ടിയതാണെങ്കിൽ ഇന്ന് രാത്രി ആയുധങ്ങൾ ധരിപ്പിച്ച് ഒരു തലമുറയെ തമ്പുരാൻ എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. പരിശുദ്ധാത്മാവിന് തെറ്റുപറ്റത്തില്ല. നിന്റെ വിശ്വാസ ജീവിതം ഉലയും എന്നല്ല പറഞ്ഞത്, പിന്നെ തിരകളെ കീറിമുറിക്കുന്നതും ആഴിയുടെ അഗാധങ്ങളെ ജയിക്കുന്നതുമായ ആമേൻ ഒരു കപ്പലിനോട് ഉപമിച്ചിട്ട് ആത്മാവ് സംസാരിക്കുകയാ. നിന്റെ ശുശ്രൂഷ ജീവിതം ഒരു വിശ്വാസ കപ്പൽ. ചെറുതോണികളെ ഉലയ്ക്കുന്ന തിരകൾക്ക് നിന്നെ തടയാൻ കഴിയത്തില്ല. മഞ്ഞുമലകൾക്ക് നിന്നെ തകരാറിലാക്കാൻ കഴിയത്തില്ല. സാധാരണ പ്രതികൂലങ്ങൾക്ക് നിന്റെ യാത്രയെ അമർച്ച ചെയ്യാൻ കഴിയത്തില്ല. ഇതതിൻ്റെ ആഴങ്ങളിൽ പോലും ഇല്ലാത്ത രഹസ്യങ്ങളാണ്.
ദൈവാത്മാവ് ഈ രാത്രി സംസാരിക്കട്ടെ. നിന്റെ ശുദ്ധ മനസാക്ഷിയെ ഇന്നലകളിൽ തള്ളിക്കളയുമാറ്, നിന്റെ മനസാക്ഷിയുടെ പ്രാഗൽഭ്യത്തെ നഷ്ടപ്പെടുത്തുമാറ്, നിന്റെ മനോഭാവങ്ങൾക്കകത്തു വ്യാപരിച്ച സാത്താന്യ കുടുക്കുകളെ ഇന്ന് രാത്രി ആത്മാവ് വലിച്ചെടുത്തിട്ട് ഇന്ന് രാത്രി ആ മേഖലകളിൽ ആത്മാവിന്റെ പുതുജീവനിട്ട് ഈ രാത്രി നിന്നെ അവർ എഴുന്നേൽപ്പിക്കുന്നു. ആത്മീക കരുത്തന്മാർ ഇന്ന് രാത്രി ഇതിനകത്തിരിപ്പുണ്ട്. നിന്റെ ശുശ്രൂഷാ ജീവിതത്തെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഉപമിക്കുന്നത് വിശ്വാസ കപ്പലിനോടാണെങ്കിൽ, നിനക്ക് നീ ചെറുതാന്ന് തോന്നിയാലും ഇന്ന് രാത്രി ദൈവാത്മാവിന് നീ ചെറുതല്ല. ഇന്ന് രാത്രി ദൈവാത്മാവിന് നീ പ്രാധാന്യമുള്ളവൻ. ആമേൻ. നീ ദൈവാത്മാവിന് പ്രധാനപ്പെട്ടത്. ഈ രാത്രി മണ്ഡലത്തിൽ നിൽക്കുന്ന നീ ദൈവാത്മാവിന് ഗൗരവമുള്ളവൻ. ഇന്ന് രാത്രി ചില ആത്മീക കരുത്തന്മാരെ രഹസ്യ മണ്ഡലങ്ങളിൽ ഉടയ്ക്കാൻ വ്യാപരിക്കുന്ന പൈശാചിക കെട്ടുകളെ തകർക്കാൻ ജ്ഞാനമുള്ള ഒരു തലമുറയിൽ അവൻ കൃപാവരങ്ങളെ ജ്വലിപ്പിക്കുന്ന പവർ കോൺഫറൻസുകളാണ് പിശാചേ നിന്റെ പേടി സ്വപ്നമെങ്കിൽ നീ അതിനെ അടച്ചാൽ. ഫയർ കോൺഫറൻസുകളാണ് മതമേ നിങ്ങൾക്ക് ഭയമെന്ന് കരുതി നിങ്ങൾ അതിനെ തടഞ്ഞാൽ. ഒരു ഫയർ കോൺഫറൻസും പവർ കോൺഫറൻസും ഇല്ലാതെ വ്യാപരിച്ച കൃപാവരത്തെ തന്നെത്താൻ ജ്വലിപ്പിച്ചെടുക്കുന്ന തിമോത്തിയോസുമാരെ ആത്മാവ് വരുംകാലങ്ങളിൽ അവയെ തമ്പുരാന്റെ പോക്കറ്റുകളിൽ റിസർവ് ചെയ്ത് പ്രവാചകന്മാർ പ്രവചിച്ചത് ശരിയെങ്കിൽ ഭാരതത്തിന്റെ ആത്മീക മണ്ഡലം പ്രതികൂലങ്ങളെ നേരിടാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നെങ്കിൽ ഒരു പ്രതികൂലത്തിനും തകർക്കാൻ കഴിയാത്ത കൃപാവരങ്ങളെ തന്നെത്താൻ ജ്വലിപ്പിച്ചുകൊണ്ട് വരുന്ന തിമോത്തിയോസുമാർ ഈ രാത്രി എഴുന്നേൽപ്പിക്കപ്പെടും. മതം നിനക്കെതിര്, സമുദായ ശക്തികൾ നിനക്കെതിര്, ജാതീയ നേതൃത്വങ്ങൾ നിനക്കെതിര്, ആമേൻ, രാജാക്കന്മാർക്ക് നിനക്കെതിര്, സാരമില്ല. നിനക്ക് വന്നു ചേർന്ന് ശക്തി പ്രാപിക്കാൻ ആമേൻ ഒരു കോൺഫറൻസ് ഉണ്ടാകാത്ത കാലം വരുന്നു. ആത്മാവ് സംസാരിക്കുന്നല്ലോ. ആമേൻ, ഇത് അടയപ്പെടുന്ന സമയം വരുന്നു. എന്നാൽ അകത്തളങ്ങളിൽ സ്വന്തമായി വ്യാപരിച്ച കൃപാവരത്തെ ജ്വലിപ്പിച്ചു കൊണ്ടുവരുന്ന തിമോത്തിയോസുമാർ ഈ രാത്രി ആത്മാവിൽ എഴുന്നേൽക്കുകയാണ്. നീ കൂട്ടത്തിൽ ആത്മാവ് നിന്നെ കാണുന്നു. നിരവധി കൂട്ടായ്മകൾ സംഘടിപ്പിക്കുന്ന ദൈവദാസന്മാരോട് ചേർന്ന് നിൽക്കുന്ന ഒരുവനാണ് ഞാൻ. ഇത് തുടരണമെന്ന് എൻ്റെ ഹൃദയത്തിൽ ആഗ്രഹമുണ്ടെങ്കിലും ഈ രാത്രി പരിശുദ്ധാത്മാ പറയുന്നു, ഭാരതത്തിലേക്ക് ഒരു കാലഘട്ടം വരാൻ പോകുന്നു. നിങ്ങൾ എഴുതി വെച്ചോ, നിങ്ങൾ റെക്കോർഡ് ചെയ്തു. ആമേൻ. ഈ ബാനറുകൾ സ്വതന്ത്രമായി വെളിപ്പെട്ടു വരാത്ത കാലം വരുന്നു. എന്നാൽ ആ സമയങ്ങളിലും കൊച്ചുമുറിയുടെ ഇടുക്കത്തിനകത്തിരുന്ന് ഒരിക്കൽ പ്രാപിച്ച കൃപാവരത്തെ സ്വയം ജ്വലിപ്പിച്ചു കൊണ്ടുവരുന്ന നീ സ്വയം ജ്വലിപ്പിക്കുന്ന ഒരു കൈവപ്പ് വേണ്ട, ഒരു ശുശ്രൂഷ വേണ്ട, ഒരു ദൈവദാസൻ വേണ്ട.
ഒരു ട്രാൻസ്ഫോമർ ആകുകയാണ്. ഈ രാത്രി നീ ഒരു സ്വിച്ച് അല്ല, നീ ഇന്ന് രാത്രി ഒരു ട്രാൻസ്ഫോമർ ആവുകയാണ്. എന്റെ യേശു വന്നിട്ടുണ്ട് ഇവിടെ. എന്റെ യേശു ഇവിടെ വന്നിട്ടുണ്ട്. കേരളത്തിന്റെ ആത്മീക യുവതലമുറയുടെ ചരിത്രത്തെ തിരുത്തി കുറിക്കുന്ന മണിക്കൂറുകളിലേക്ക് ഇന്ന് രാത്രി ഒരു തലമുറ ആകാശത്തോടെ പ്രവേശിക്കാൻ പോകുകയാണ്. ആരും ഈ രാത്രി നിന്റെ മേൽ കൈവെക്കാതെ ഈ രാത്രി നീ സ്വയം നിന്റെ മേൽ പകർന്ന കൃപാവരത്തെ ജ്വലിപ്പിക്കാൻ പോവുകയാണ്. ആത്മീക കൈത്താങ്ങ് നഷ്ടപ്പെട്ടെന്ന് ഹൃദയത്തിന്റെ ഉള്ളിൽ വിലപിക്കുന്ന ചിലത് ഈ രാത്രി സൗഖ്യമായിക്കൊണ്ടിരിക്കുന്നു. ശിക്ഷട്ടെ, നിന്നോടാ ദൈവാത്മാവ് ഈ രാത്രി സംസാരിക്കുന്നത്. നിന്നോട് മാത്രം ഈ രാത്രി സംസാരിക്കുന്നത്. നിന്നോട് മാത്രം ഈ രാത്രി ഇടപെടുന്നത്. ഒരപ്പന്റെ സ്നേഹവും ഒരമ്മയുടെ കരുതലും ഒരപ്പന്റെ ആർദ്രതയോടും യേശു നിന്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, ഇന്ന് രാത്രി ഒരു ആത്മീക ഓപ്പറേഷൻ ചിലതിന്റെ ജീവിതത്തിൽ നടക്കും. നിന്റെ ജ്വലനത്തിന് വിരോധമായി നീ പോലും അറിയാതെ കാലങ്ങൾ കൊണ്ട് കിടക്കുന്ന ചില കാരണങ്ങൾ ഈ രാത്രി പിഴുത് എറിയപ്പെടും. കാരണം എന്താന്ന് മനസ്സിലാകുന്നില്ല. നീ പറഞ്ഞില്ലേ, പ്രതീക്ഷിച്ചതുപോലെ ജോലിക്കാൻ കഴിയാത്തതിന്റെ കാരണത്തിന് തടസ്സം എന്താന്ന് മനസ്സിലാകുന്നില്ല. നീ വിലപിക്കുന്നില്ലേ? കാത്തിരിപ്പുകൾ പരാജയമെന്ന് പറഞ്ഞ് പിന്നെ തളർത്താൻ നിന്റെ ചിന്താമണ്ഡലങ്ങളിൽ പിശാച് കുരുക്കുകൾ വിതയ്ക്കുമ്പോൾ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നീ വെട്ടിയെടുക്കപ്പെട്ടവനാ. നീ വെട്ടിയെടുക്കപ്പെട്ടവനാ.
ഇന്ന് രാത്രി നിന്റെ കുറവ് പരിശുദ്ധാത്മാവ് തീർക്കും. നിന്നെ ഊനമില്ലാത്തവനായി ഈ രാത്രി മാറ്റും. കാലുകുത്തി നിൽക്കുന്ന പിതൃകുടുംബങ്ങൾക്കകത്ത് വ്യാപരിക്കുന്ന പാരമ്പര്യാധിപത്യങ്ങളെ തകർത്ത് കളഞ്ഞ് പൗരോഹിത്യ മേധാവിത്വങ്ങളെ കാൽ കീഴിലാക്കുന്ന ഒരാത്മ പകർച്ച ഈ രാത്രി നിന്റെ തലയ്ക്ക് മുകളിലുണ്ട്. ഇന്ന് രാത്രി ഒരു സൈന്യത്തെ അല്ല ആത്മാവ് എഴുന്നേൽപ്പിക്കുന്നത്. ഈ രാത്രി ഒരു സൈന്യാധിപനെയാണ് ദൈവാത്മാവ് എഴുന്നേൽപ്പിക്കുന്നത്. ഒരു സൈന്യത്തെ അല്ല ഇന്ന് രാത്രി എഴുന്നേൽപ്പിക്കുന്നത്. നിന്നിൽ കിടക്കുന്ന സൈന്യാധിപനെ ഇന്ന് രാത്രി ആത്മാവ് എഴുന്നേൽപ്പിക്കുകയാണ്. ശാരാധന സന്ധന. തീ കനലുകൾ ഇവിടേക്ക് വ്യാപരിക്കുന്നുണ്ട്. തീപ്പൊരികളല്ല, സന്തോഷം. തീ കനലുകൾ ഇന്ന് രാത്രി ദൂതൻ എടുത്തെറിയുന്നുണ്ട്. ഏറ്റവും പിറകിൽ കറുത്ത ടീഷർട്ട്, നീല കുറുകവര. ഇപ്പോൾ പിറകോട്ട് നോക്കുന്നവൻ, അവൻ സൈഡിൽ ഒരു കുതിര ചിഹ്നമുള്ളവൻ, അവൻ കയ്യിൽ മഞ്ഞ കളർ ഉള്ള ടീഷർട്ട് ധരിച്ച ബ്രദർ, ആത്മാവ് നിന്നെ വിളിക്കുന്നു. വലങ്കയിൽ മഞ്ഞ പുള്ളി, മാർവോട് ചേർന്ന് വെള്ള കുതിര, അവൻ കറുത്ത ടീഷർട്ടിൽ നീല വര. ഒരു സാധാരണ അഭിഷേകത്തിന് നിന്നെ തൊടാനൊക്കത്തില്ല. ഒരു സാധാരണ പ്രതിസന്ധിക്ക് നിന്നെ ഉലയ്ക്കാനൊക്കത്തില്ല. ഒരു സാധാരണ മനുഷ്യന്റെ വാക്കുകൾക്ക് നിന്നെ സ്പർശിക്കാനൊക്കത്തില്ല. ഇന്ന് രാത്രി യഹൂദാ ഗോത്രത്തിലെ സിംഹം നിന്റെ അകത്ത് കിടക്കുന്ന സൈന്യാധിപനെ പുറത്തെടുക്കുകയാണ്. നീ ചോദിച്ചില്ലേ കൃത്യമായും വ്യക്തമായും നിന്നോട് സംസാരിക്കണമെന്ന്? നീ ആഗ്രഹിച്ചില്ലേ തമ്പുരാൻ നിന്നോട് വ്യക്തിപരമായി ഇടപെടണമെന്ന്? നീ ചിന്തിച്ചില്ലേ ആക്ഷൻ അല്ല എനിക്ക് വേണ്ടതെന്ന്? നീ ചിന്തിച്ചില്ലേ കൃത്യമായതും തെളിവായതും വ്യക്തമായതുമായ ഒരടയാള സഹിതം ദൈവം നിന്നോട് ഇടപെടണമെന്ന്? നിന്നെ ഈ രാത്രി പരിശുദ്ധാത്മാവ് മെരുക്കുകയല്ല, നിന്നെ ഈ രാത്രി പരിശുദ്ധാത്മാവ് കത്തിക്കുകയാണ്. ഇന്ന് രാത്രി നീ ശ്രദ്ധിച്ചു, ഗൾഫ് രാജ്യങ്ങൾ, അവിടുത്തെ മലയാളികളല്ല, അവരുടെ നടുവിലല്ല നിനക്ക് കൊയ്ത്ത്. വേറൊരു ഭാഷ സംസാരിക്കുന്ന, വേഗത്തിൽ കീഴടങ്ങാത്ത രക്തം. പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ചെറുപ്പക്കാരാ, നീ ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സല്ലേ, ഇതല്ല നിന്റെ രൂപം, ഇതല്ല നിന്റെ ഭാവം, ഇതല്ല നിന്റെ രീതി. പലരുടെയും പുറങ്കുപ്പായങ്ങളെ ഊരിമാറ്റി, പലരുടെയും തട്ടങ്ങളെ എടുത്തു കളഞ്ഞ്,
പലരുടെയും മുഖം മൂടികൾ അഴിച്ചു മാറ്റി പലരുടെയും ആരാധന ശൈലിയെ തിരുത്തിക്കുറിച്ച് നീ ഒരു വൻ കാര്യം ചെയ്യും. നിന്റെ 17, നിന്റെ 18, നിന്റെ 19, നിന്റെ 20 വയസ്സുകൾ നമുക്ക് ഓർക്കാൻ കഴിയൂ. ഈ രാത്രി കർത്താവിന് നിന്നെ ആവശ്യമുണ്ട്. പുതിയതായിട്ടൊന്നും ചെയ്യാനല്ല, നീ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ തീവ്രത വർദ്ധിപ്പിക്കാൻ. രാജ്യങ്ങൾ നിനക്ക് കീഴടങ്ങും. രാജാക്കന്മാർ നിന്റെ ശബ്ദം ശ്രദ്ധിക്കും. അധികാരികളുടെ അരക്കച്ചകൾ നീ അഴിക്കും. രക്തം അഭ്യാസികളെ നീ കീഴ്പ്പെടുത്തും. അബ്രഹാം അഭ്യാസികളുടെ കൂട്ടത്തെ കൊണ്ടുപോയതുപോലെ നീ ഒരു പരിശീലകനാ. നീ ഒരു പരിശീലകനാ. നീ ഒരു ട്രെയിനറാ. നീ ട്രെയിൻ ചെയ്യിക്കുന്നവനാ. നിനക്ക് വേണ്ടി മാത്രം ചില മേഖലകൾ കർത്താവ് റിസർവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴുള്ളത് പലതും നീ വലിച്ചെറിയും. നിന്നിൽ അസാധാരണമായ ധൈര്യത്തിന്റെ ആത്മാവിനെ ഈ രാത്രി ആത്മാവ് പകർന്നുകൊണ്ടിരിക്കുന്നു. മതങ്ങൾക്കും പരീശത്വത്തിനും ന്യായപ്രമാണത്തിനും ശാസ്ത്രിക്കും കപടഭക്തിക്കും പാമ്പിനും കീഴടക്കാൻ കഴിയാത്ത നിലകളിൽ ഇന്ന് രാത്രി ആത്മാവ് നിന്നെ നിറയ്ക്കുകയാ. പരിശുദ്ധാത്മാവനോട് പറയുന്നു, നിനക്കൊരു കൈവപ്പ് വേണ്ടെന്ന്. നിന്റെ യാഗമണ്ഡലത്തിൽ ഇന്ന് രാത്രി നടക്കുന്ന ഒരു സ്ഫോടനം നിനക്ക് കാണാൻ പറ്റുമോ? നീ ഇനി വിട്ടുപിരിയാതെ നിൽക്കാൻ പോവുക. വിട്ടുപിരിയാൻ കഴിയാത്തതുപോലെ നിൽക്കാൻ പോവുക. ഒരോട്ടത്തിന് തയ്യാറാണ്. ഒരോട്ടത്തിന് തയ്യാറാണ്. ഒരോട്ടത്തിന് തയ്യാറാണ്. പ്രതികൂലങ്ങളും തടവറകളും കാത്തിരിക്കുന്നെന്ന് പൗലോസിന് അറിയാം. അടുത്ത തലമുറ എഴുന്നേൽപ്പിക്കുമ്പോൾ ആ പിതൃഹൃദയം ആഗ്രഹിച്ചത് എന്താണെന്നറിയാമോ? തിമോത്തിയോസേ, ഒരിക്കൽ കൈവെപ്പിൽ നിനക്കൊരു കൃപാവരം തന്നു. പക്ഷേ പ്രതിസന്ധികൾ നിന്റെ പിതൃതലമുറയെ ചിലപ്പോൾ തടവറയിലാക്കിയാലും ആശ്വസിപ്പിക്കാൻ ഓടിയെത്താൻ കഴിയാതിരുന്നാലും നല്ല മനസാക്ഷി തള്ളിക്കളയാതിരുന്നാൽ നിനക്കൊരാശ്വാസമാകും. നീ നിന്നിലെ കൃപാവരത്തെ ജ്വലിപ്പിക്കും. പോകരുത്. നിനക്കുള്ള സമയം വരുന്നു. അത് പകർന്നു കിട്ടാൻ ഒരു നാഴികയുണ്ട്. അത് പകർന്നു വീഴുന്ന ഒരിടമുണ്ട്. അത് പകർന്നു വീഴാൻ പറ്റിയ ദിവസമുണ്ട്. ഈ 3 കാര്യങ്ങളിൽ നിന്നിൽ ഒത്തുവന്നിരിക്കുന്ന സമയമായിന്ന്. ഇരുചക്രവാഹനത്തിനകത്ത് ഓടിച്ചുപോയി തകരാൻ കാത്തിരിക്കെ.
നിനക്ക് 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 കിട്ടിയ കൃപാവരത്തെ ഒരു കൈവപ്പുമില്ലാതെ ജ്വലിപ്പിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? ഫയർ കോൺഫറൻസിൽ പങ്കെടുക്കുന്ന പലരെയും മാറ്റും. ഇതുവരെ പങ്കെടുക്കാത്ത പുതിയതിനെ കൊണ്ടുവരും. പഴയത് മാറും. അവരെവിടെ പോകുമെന്നറിയാമോ? പ്രതികൂലങ്ങളുടെ മണ്ഡലത്തിലേക്ക് ഇടിച്ചു കയറി ചെല്ലും. അവരന്ന് പറയും, എനിക്ക് ഫയർ കോൺഫറൻസ് ഇല്ലെങ്കിലും ഒരിക്കൽ എന്റെ മേൽ വീണതിനെ ജ്വലിപ്പിക്കാൻ പാകത്തിൽ ശുദ്ധ മനസാക്ഷി. ഇന്നലകളിൽ ആത്മനിയോഗത്തിൽ എഴുന്നേറ്റ ദൈവദാസന്മാർ ഒരു തലമുറയ്ക്ക് രൂപം കൊടുത്തത് കൃത്യമായ അടുക്കും ചിട്ടയോടുമാണെങ്കിൽ, ഇന്ന് രാത്രി അടുക്കും ചിട്ടയുമുള്ള ഒരു തലമുറ പരിശുദ്ധാത്മാവിൽ എഴുന്നേറ്റ് വരും. ആമേൻ. ഒന്ന് രണ്ട് വാക്യങ്ങൾ കൂടെ ഇന്ന് രാത്രി വായിക്കണം. 2 തിമോത്തി 1 അധ്യായം 2 തിമോത്തി 2:18. തിമോത്തി 2:18. അവർ സത്യം വിട്ട് തെറ്റി. അടുത്ത തലമുറയിൽ ചിലതിനെ, ആ തലമുറയിൽ ചിലതിനെ തകർത്തലെന്താ? സത്യത്തിന്റെ വഴികളിൽ നിൽക്കാനുള്ള ആത്മീക കരുത്തില്ലാതെ പോയി. ഒരു വാക്യം കൂടെ വായിച്ചേ. 2 തിമോത്തി 3:8. എന്താ അവർ തകരാൻ കാരണം? അവർ സത്യത്തോട് മറുത്തു. 2 തിമോത്തി 4:10. ദേമാസേ, നിനക്കെന്താ പ്രശ്നം പറ്റിയേ? ശക്തനായ ഒരു അഭിഷിക്തൻ കൂടെയില്ലായിരുന്നോ? കൈവപ്പിനാൽ തിമോത്തിയോസ് കൃപാവരം പ്രാപിച്ച ആ തലമുറയിൽ പൗലോസിന്റെ നിഴൽ പറ്റി നിൽക്കാൻ നിനക്ക് നിയോഗമുണ്ടായിരുന്നെങ്കിലും ലോകസ്നേഹം നിന്നെ പിടിച്ചപ്പോ നീയും മാറിപ്പോയി. ഇന്ന് രാത്രി ശുദ്ധ മനസാക്ഷി, സത്യത്തിന്റെ പാതയിൽ നിൽക്കാനുള്ള കരുത്ത്, വ്യർത്ഥ സംസാരത്തിൽ പിടിപെട്ട് തകരാതിരിക്കാനുള്ള ശക്തി, ലോക സ്നേഹത്തെ ജയിക്കാനുള്ള കൃപ, പൗലോസിനോടൊരു കാര്യം ചോദിക്കാനുണ്ട്. നിന്റെ തലമുറയിൽ നിന്നവരും നിന്റെ കൈവപ്പിലൂടെ വന്നവരും നിന്റെ അനന്തര തലമുറയിലും നിന്നവരും തകർന്ന ലിസ്റ്റ് നീ പറഞ്ഞില്ലേ? ഇല്ലേ? നിന്റെ കൂടെയും നിന്റെ ശേഷവും ഒക്കെ വന്ന പലരും തകർന്നെന്ന് ലിസ്റ്റ് എഴുതാൻ നിനക്ക് പറ്റിയില്ലേ? നിന്നെ സ്വാധീനിച്ചോ ഇതുവല്ലോ? ഹുമനിയോസിന്റെയും അലക്സാണ്ടറിന്റെയും പാളിച്ച നിന്നെ തൊട്ടോ? ദേമാസിന്റെ വിട്ടുപോക്ക് നിന്നെ തളർത്തിയോ? യൗവനപ്രായക്കാരും സമകാലീനരും തകർന്നു. നീയോ?
ഒരു വാക്യം കൂടെ വായിക്കണം. ഫിലേമോൻ എഴുതിയ ലേഖനം. അതിൻ്റെ 8-9 വാക്യങ്ങൾ വായിച്ചു. യുക്തമായത് നിന്നോട് കൽപ്പിക്കാൻ ക്രിസ്തുവിൽ എനിക്ക് വളരെ ധൈര്യമുണ്ടെങ്കിലും പൗലോസ് എന്ന് പറഞ്ഞ വയസ്സനും ക്രിസ്തുവിന്റെ തടവുകാരനുമായിരിക്കുന്ന പൗലോസ് എന്ന് പറഞ്ഞ ഞാൻ സമകാലീനർ തകർന്നതും കൂടെ വന്നവർ വിട്ടുപോയതും അനുഭവിച്ചിട്ടും വയസ്സ് ചെന്ന ഹേ ദൈവദാസ, തടവറ വിട്ടുമാറാത്ത അഭിഷിക്ത, ഇപ്പോഴും എങ്ങനെയാ നിൽക്കുന്നേ? യുക്തമായത് കൽപ്പിക്കാൻ ക്രിസ്തുവിൽ വളരെ ധൈര്യമുള്ളവനായി. ഒറ്റ വാക്കിൽ അതിൻ്റെ ഒരർത്ഥം പറഞ്ഞ് ഞാൻ പോവുകയാ. കാലങ്ങളും പ്രതികൂലങ്ങളും തൊടാത്ത ഒരാത്മീക കരുത്തൻ. കാലവും പ്രതികൂലവും അയാളെ തൊട്ടില്ല. പലവട്ടം പിശാച് ചോദിച്ചു കാണുകയല്ലേ, വയസ്സായിട്ടും തടവറ മാറിയില്ലല്ലോ. ദേമാസ് വിട്ടു, ഹുമനിയോസും അലക്സാണ്ടറും തകർന്നു, ഇറങ്ങിത്തിരിച്ച പലരും ഇല്ല. നീ വയസ്സെത്തിയിട്ട് നിന്റെ പ്രതിസന്ധി മാറിയോ? പൗലോസ് പറഞ്ഞില്ല. പക്ഷെ ഇപ്പോഴും യുക്തമായത് കൽപ്പിക്കാൻ ധൈര്യമുള്ളവനായി ഈ രാത്രി ഞാൻ നിൽക്കുകയാണ്. ഒരുപാട് കാര്യം പ്രാർത്ഥിക്കണം. 1, ശുദ്ധ മനസാക്ഷി. 2, നിർവ്യാജ വിശ്വാസം. 3, സത്യത്തോടുള്ള പ്രതിപത്തി. 4, ക്രിസ്തുവിലെ ധൈര്യം. പ്രാർത്ഥനാമുറികളിൽ ഇന്ന് രാത്രി നിനക്ക് വിശ്രമമില്ല. ഒരു തലമുറയിൽ നിന്ന് അഭിഷിക്തന്മാർ കൈകാര്യം ചെയ്ത മാനസികവും ആത്മീകവുമായ മേഖലകൾ ഇന്ന് രാത്രി മനസ്സിലാക്കണം. നിന്റെ കൂടെ ആരുമില്ല. വാർദ്ധക്യത്തിൽ ഒരു തടവറയുടെ ഇരുട്ടിൽ നിൽക്കുമ്പോഴും സ്വസ്ഥമായി ധൈര്യത്തോടെ ഏൽപ്പിച്ചതിനെ ധൈര്യസമേതം പ്രസ്താവിക്കുന്ന ആമേൻ ഒരു അഭിഷേകത്തിന്റെ ജ്വലനം. പത്തു മീറ്റിങ്ങിന് വേണ്ടിയുള്ള ശുശ്രൂഷയ്ക്കല്ല ദൈവദാസ ഈ രാത്രി നിന്നെ ഇവിടെ കൊണ്ടുവന്നേ. 10 പൊതു മീറ്റിംഗ് വർദ്ധിക്കാനുള്ള ഒരു കൊച്ചു പകർച്ചയ്ക്കല്ല ഈ രാത്രി ആത്മാവ് നിന്നെ കൊണ്ടുവന്നത്. ഇതൊരു വലിയ കാലഘട്ടത്തെ ചലിപ്പിക്കാനുള്ള അതീവ ശ്രദ്ധയോടെയുള്ള ഒരു കൈമാറ്റം. അപ്പൊ ഒരു തലമുറയിൽ നിന്ന ദൈവദാസന്മാരെല്ലാം സംസാരിച്ചത് വേറൊരു തലത്തിലാണ്.
അത് തെളിയിക്കുന്ന ഒരു വാക്യം കൂടെ വായിച്ച് ദൂതിലേക്ക് പ്രവേശിക്കാം. യോഹന്നാൻ എഴുതിയ 1-ാമത്തെ ലേഖനം 4-ാമത്തെ വാക്യം. നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാൻ ഞങ്ങൾ ഇത് നിങ്ങൾക്ക് എഴുതുന്നു. ആ ദൈവദാസൻ ഈ ദൂത് കൈമാറ്റം ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിനകത്തൊരു സ്വപ്നമുണ്ട്. അത് അദ്ദേഹം കൈമാറുന്നേ ആരാ? യോഹന്നാൻ. ഇത് വായിച്ചിട്ട് ഞാൻ ചോദിച്ചു, ഇദ്ദേഹം എന്തു പറയാനാ ഞങ്ങളോട്? മാർവത്ത് ചാരിയിരുന്നിട്ടും പരാജയപ്പെട്ട ഈ മനുഷ്യന് ഞങ്ങളോട് എന്താ പറയാനുള്ളേ? കർത്താവിന് നമ്മളോട് തിരിച്ചൊരു ചോദ്യം ചോദിക്കാനുണ്ട്. കുഞ്ഞേ, ഇറങ്ങിത്തിരിച്ച സമയം മുതൽ അവൻ അഭയം പ്രാപിച്ചത് എൻ്റെ മാറില്ല. ചാരാനൊരു മാർവിടമില്ലാതെ പോകുന്നവന്റെ വേദന നിനക്കറിയാമോ? 3.5 വർഷം ചാരി തിന്ന മാർവിടം തകർന്നുപോയി, കാണാതായ ആമേൻ ഇറങ്ങിത്തിരിച്ച ഒരഭിഷിക്തന്റെ വേദന നിനക്ക് മനസ്സിലാവുന്നോ? പ്രത്യേകിച്ച് എന്തെങ്കിലും ഇയാൾ പ്രാപിച്ചോ? ഇല്ല. എന്താ പ്രാപിച്ചേ? സ്നേഹം തുളുമ്പുന്ന യേശുക്രിസ്തുവിന്റെ നെഞ്ചോട് ചാരിയിരുന്ന ഒരു പൊസിഷൻ. നീ ഇറങ്ങിത്തിരിച്ച സമയം മുതൽ നീ കാത്തു സൂക്ഷിച്ച ഒരു പ്രത്യേക ഇടം. കാൽവരി ക്രൂശിൽ യേശു തകർന്നപ്പോൾ ഏറ്റവും കൂടുതൽ അത് ബാധിച്ചത് ആരെയാന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ഇവനെ. പത്രോസേ, നിന്നെ അത്രയും ബാധിക്കുവോ? യോഹന്നാനെ, നിന്നെയോ? നാളെ ഒന്ന് ചാഞ്ഞു കിടക്കാൻ സ്ഥിരമായി ചാഞ്ഞു കിടന്നൊരു തോളില്ല. അവിടെ എൻ്റെ ചിന്ത ആരംഭിച്ചു. കർത്താവിനോട് പറഞ്ഞു, ഇവൻ നിശബ്ദമായി ഒഴുകിപ്പോയ ഒരഭിഷിക്തനാ. ശബ്ദമുണ്ടാക്കാതെ പതറിപ്പോയ ഒരു ദൈവദാസനാ. ഒച്ചയും ബഹളവുമില്ലാതെ പഴയ വഴിയിലേക്ക് നീങ്ങിപ്പോയ ഒരു ദൈവദാസനാ. ഇന്ന് രാത്രി ഇവിടെ പലരും ഒച്ചയുണ്ടാക്കാതെ നിശബ്ദമായി ഒഴുകിപ്പോയത് ചിലത് ഈ രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. എനിക്ക് സമയം തരണം, എനിക്ക് സമയം തരണം. ഞാൻ പ്രസംഗിക്കുവല്ല, കർത്താവിനോട് പറഞ്ഞത് ഞാൻ പറയുക. നിശബ്ദമായി നീ ഒഴുകി. നിന്റെ യാത്രകളിൽ ശബ്ദമില്ലായിരുന്നു. നിന്റെ യാത്രകളിൽ പരാതികളില്ലായിരുന്നു. നിന്റെ യാത്രാവഴികളിൽ പരിഭവങ്ങളില്ലായിരുന്നു. നിന്റെ യാത്രാവഴികളിൽ ആവലാതികളില്ലായിരുന്നു. ഒന്നും പറഞ്ഞില്ല. പറയാതെ നീ സഞ്ചരിച്ചപ്പോഴും നിന്റെ ഹൃദയം കാതോർത്തിരുന്നൊരു ശബ്ദമുണ്ട്. ഒരു ശുശ്രൂഷയല്ല, അത് വെളിപ്പെട്ടത് എവിടെയാണെന്നറിയാവോ? തിബേരിയോസിന്റെ തീരത്ത്. കുഞ്ഞുങ്ങളെ എന്ന് വിളി വന്നപ്പോ ഇവൻ ആദ്യം പറഞ്ഞു, അത് ചുറ്റുപാടുകൾ പരാജയപ്പെട്ടെന്ന് നിന്നെ കുറിച്ച് വിധി എഴുതുമ്പോഴും
ശുശ്രൂഷ മണ്ഡലത്തിന്റെ തേജസ്സിൽ നീ ഇല്ലെന്ന് ചുറ്റുപാടുകൾ പറയുമ്പോഴും ആരും അറിയാതെ നിന്റെ ഹൃദയം കൊതിച്ചിരുന്നൊരു ശബ്ദം തിബേരിയോസിന്റെ തിരകൾക്ക് ഒതുക്കി വെക്കാൻ കഴിഞ്ഞില്ല. പുലർച്ചയിൽ ഒരു തീരത്ത് ശരാശരി ഉച്ചത്തിൽ വെളിപ്പെട്ട ആ ശബ്ദം ഇത്ര ക്ലാരിറ്റിയോടെ ഏറ്റെടുത്ത് അത് കർത്താവാണ്. അവിടെ ആ മനുഷ്യന്റെ ദൂത് തുടങ്ങുകയാ. ആരും പറയാത്തതുപോലെ അവൻ പറഞ്ഞു, ഞങ്ങൾ കേട്ടതും ഞങ്ങളുടെ കണ്ണുകൾ കണ്ടതും ഞങ്ങൾ തൊട്ടുനോക്കിയതും ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞതുമായ ജീവന്റെ വചനം സംബന്ധിച്ച് ഈ നിശബ്ദ പിന്മാറ്റം അനുഭവിക്കത്തക്ക തരത്തിൽ അഭയം പ്രാപിച്ച നെഞ്ചകം ഉടഞ്ഞതെന്തിനാ യോഹന്നാനെ? നിന്റെ ചില സുരക്ഷിത മേഖലകൾ ഉടഞ്ഞതെന്തിനാ? ചോദിച്ചില്ലേ? നീ ചോദിച്ചില്ലേ? അവിടെ അയാൾ ആലോചന പറഞ്ഞു, നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാൻ എനിക്ക് ചിലത് എഴുതണം. എന്താ എഴുതണ്ടേ? ആത്മീക ജീവിതമെന്നും ശുശ്രൂഷ ജീവിതമെന്നും പറയുന്നത് അതിന് പ്രത്യേക സ്വഭാവമുണ്ട്. എന്താ അത്? അത് ഇരുളും വെളിച്ചവും, നന്മയും തിന്മയും, വിജയവും പരാജയവും, ജീവനും മരണവും, പൈശാചികവും ദൈവികവും, സത്യത്തിൻ്റെ ആത്മാവും അസത്യത്തിൻ്റെ ആത്മാവും, ഇതെല്ലാം നിറഞ്ഞതാണ് ആമേൻ ശുശ്രൂഷ ജീവിതം. എന്നാൽ ഇതിൻ്റെ മധ്യവഴികളിലൂടെ സഞ്ചരിക്കാനല്ല ആത്മാവ് നമ്മളെ വിളിച്ചത്. ഇതിൻ്റെ കൃത്യമായ ട്രാക്കിൽ ഇന്ന് രാത്രി വീഴാനാണ് ആത്മാവ് നമ്മളെ വിളിച്ചത്. അതുകൊണ്ട് യോഹന്നാൻ പറഞ്ഞു, അവൻ വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ട് ഒട്ടുമില്ല എന്നത് ഞങ്ങൾ അവങ്കിൽ നിന്ന് കേട്ട ദൂതാകുന്നു. വെളിച്ചം, ഇരുൾ, സത്യം, അസത്യം, നന്മ, തിന്മ, സത്യത്തിൻ്റെ ആത്മാവ്, ഭോഷ്കിന്റെ ആത്മാവ്, ജീവൻ, മരണം. അത് പെരുമാറ്റത്തിലും സ്വഭാവത്തിലുമുള്ള ധാർമ്മിക നിലവാരത്തിന്റെ ഉയർച്ചയാണെന്നും അത് ലോകമോഹങ്ങളെ ജയിക്കുന്ന ആത്മീക പോരാളിയുടെ കരുത്താണെന്നും അത് യേശു ജഡത്തിൽ വന്നെങ്കിലും അവനിൽ പാപമില്ലായിരുന്നു എന്ന വെളിപ്പാടാണെന്നും യോഹന്നാൻ പറഞ്ഞു. നിന്റെ കാലം നിനക്കൊരു വിഷയമല്ല. നിന്റെ നിശബ്ദമായ ഒരു ഒഴുക്ക് ഇന്ന് രാത്രി ദൈവാത്മാവ് അടയ്ക്കുകയാണ്. കാണാൻ പറ്റുന്നുണ്ടോ? യേശു കർത്താവിൻ്റെ കരം ഒരു വലിയ പഞ്ഞിക്കെട്ട് വെച്ച് നിന്റെ ഹൃദയത്തിൻ്റെ ഒരു മുറിവിനെ കെട്ടുകയെന്ന്.
ഈ രാത്രി തമ്പുരാൻ ഇവിടെ വന്നിട്ടുണ്ട്. ഞാനീ പറയുന്ന ആത്മനിയോഗത്തില്ല. പക്ഷെ 2 ആഴ്ചയ്ക്ക് മുമ്പ് ഞാൻ ഒരു മനുഷ്യനെ കണ്ടു. അങ്ങേര് എന്നോട് പറഞ്ഞത് ആത്മനിയോഗത്തിലല്ല, അയാളുടെ കണ്ണുകൾ കണ്ടിട്ട് പറഞ്ഞു. ഇന്ത്യക്കാരനല്ല, നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമുള്ളൊരു രാജ്യക്കാരൻ. അയാൾ എന്താ പറഞ്ഞറിയാവോ? ദേ ആ കീബോർഡിൻ്റെ അടുത്ത് യേശു നിന്നു. 5 മിനിറ്റ് കഴിഞ്ഞ് ദേ ഇപ്പുറത്തെ ഭാഗത്ത് യേശു നിന്നു. അത് കഴിഞ്ഞ് ആ കരഞ്ഞ പെൺകുട്ടിയുടെ മുകളിൽ കൈവെക്കാനായി യേശു പോയി. വീട്ടിലിരുന്ന് TV കണ്ടു അയാൾ, ന്യൂസ്. ഒരു സമയം കഴിഞ്ഞപ്പോൾ അയാൾ കാണുന്നത് ന്യൂസ് അല്ല, അയാൾ കാണുന്നത് തെരുവീഥിയിലൂടെ ഒരാൾക്കൂട്ടം പോകുന്നു, അതിൻ്റെ നടുവിൽ യേശു. ഒരു സ്ത്രീ കരഞ്ഞുകൊണ്ടുവന്ന് വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊട്ടു. യേശു ചോദിച്ചു, ആരാ എന്നെ തൊട്ടേ? ആ സ്ത്രീ ഓടി വന്ന് കാൽക്കൽ വീണു. അവളെ കർത്താവ് സൗഖ്യമാക്കി. പരിഭാഷകനോട് ഞാൻ ചോദിക്കേ, ഇയാൾ ബൈബിൾ വായിച്ചിട്ടുണ്ടോ? ഞാൻ വായിച്ചിട്ടില്ല. ഇയാൾ ഈ പ്രസംഗം കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടില്ല. പിന്നെ എങ്ങനെ ഇത് കണ്ടേ? ഡ്രീം 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 ഡ്രീം. വേദപുസ്തകത്തിലെ പലതും സ്വപ്നത്തിൽ എൻ്റെ യേശു അയാളെ പഠിപ്പിച്ചു. നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമുള്ള ഒരു രാജ്യക്കാരൻ, അവന്റെ ഭവനത്തിനകത്ത് അവന്റെ TV ഇരിക്കുന്ന മുറിയിൽ എൻ്റെ യേശു ആളത്വമായി ഇറങ്ങി. ദൈവസാന്നിധ്യം മഞ്ഞുമഴ പോലെ ഇറങ്ങി നിൽക്കുന്ന ഇവിടെ ഇന്ന് അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്ന അദ്ദേഹം പറഞ്ഞേനെ, ദേ വന്നു, ദേ വന്നു. ക്രിസ്ത്യാനികൾ പറയുന്ന യേശു അല്ല, അയാളുടെ വാക്ക. ക്രിസ്ത്യാനികൾ പറയുന്ന യേശു അല്ലത്. അത് മഞ്ഞുപോലെ ചുരുണ്ട് വെളുത്ത് കിടക്കുന്ന മുടിയുള്ള നീണ്ട മുഖമില്ലാത്ത ചിരിക്കുന്ന അവനൊരു വ്യക്തിയോ? പിന്നൊരിക്കൽ ഞാൻ കണ്ട യേശു മഞ്ഞുപോലെ വെളുത്ത മുടിയുള്ളയാളല്ല, സ്വർണ്ണ നിറത്തിൽ ചുരുണ്ട മുടിയുള്ള വെളുത്തൊരു മനുഷ്യൻ. ഇന്ന് ഉച്ചയ്ക്ക് ഒരു ദൈവദാസൻ ഇവിടെ പ്രവചിച്ചത് ഓർക്കുന്നു. ഈ കാലഘട്ടത്തിൽ യേശുവിനെ ചിലർ കാണാൻ പോകുന്നു. ഈ രാത്രി ഞാൻ പറയട്ടെ, വിശ്വാസത്താൽ ഒരുപക്ഷെ ഇന്ന് രാത്രി അത് സംഭവിക്കട്ടെ. യോഹന്നാനെ, അങ്ങേക്ക് എന്താ ഞങ്ങളോട് പറയാനുള്ളേ? അങ്ങേക്ക് എന്താ പറയാനുള്ളേ? അങ്ങേക്ക് എന്താ പറയാനുള്ളേ? എനിക്ക് പറയാനുള്ളത്, അവൻ വെളിച്ചമാണ്, അവനിൽ ഒട്ടും ഇരുട്ടില്ല. ഇപ്പൊ എന്തിനാ നീ ഇത് പറയുന്നേ? ഇപ്പം പറയുന്നേ,
ഇത് മനസ്സിലാകുന്നതിന് മുൻപ് മാറവത്ത് ചാരിക്കടന്നവനാണെങ്കിലും പരാജിതനായൊരു പത്രോസിൻ്റെ ശബ്ദത്തിൻ്റെ സ്വാധീന വലയത്തിൽ ഞാൻ പെട്ട് തിബേരിയോസിലൂടെ ഒഴുകിപ്പോയി. എന്നാൽ ആത്മാവെന്നെ തിരിച്ചു കൊണ്ടുവന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ സഭകളെ പണിയാനുള്ളവനല്ല, ഞാൻ സഭയെ ജയിപ്പിക്കാനുള്ളവനാണ്. ജയിക്കുന്നവന് തമ്പുരാന്റെ തിരുഹൃദയത്തിലെ സ്വപ്നമായ സഭ പരാജയപ്പെടാൻ സാധ്യതയുള്ള ചില മേഖലകളെ ആത്മാവിൽ കണ്ട് 9 ഗുണങ്ങളുള്ള ഒരു സഭയെ കണ്ടിട്ട് 10ാമത്തെ ഒരു കുറവുണ്ടെന്ന് പത്മോസിന്റെ ഏകാന്തതയിൽ ഇരുന്ന് ആത്മാവിൽ മനസ്സിലാക്കി ജയിക്കുന്നവന് ജയിക്കുന്നവന് ജയിക്കുന്നവനെന്ന് പറഞ്ഞ് ആമേൻ. യോഹന്നാനെ, ഇന്നലകളുടെ ശുശ്രൂഷകൾ മാറുന്നു. ഇതുവരെ നീ പണിതവനാണ്, എന്നാൽ ഇന്ന് രാത്രി മുതൽ നീ പണിയുന്നവനല്ല, ഇന്ന് രാത്രി മുതൽ നീ ജയിപ്പിക്കുന്നവൻ. രാത്രി കർത്താവിന് സഭയെ പണിയാനല്ല ആളെ വേണ്ടത്. ഇന്ന് രാത്രി കർത്താവിന് വേണ്ടത് സഭയെ ജയാളിയാക്കുന്ന ഒരാത്മവീര്യമുള്ള, എന്റെ യേശുവാരാന്നറിയുന്ന വെളിപ്പാടുള്ള ഒരു യോഹന്നാൻ. വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം? ഇന്നലകളിൽ പരാജിതനായ ഒരു പത്രോസിന്റെ ശബ്ദം നിന്നെ സ്വാധീനിച്ചപ്പോൾ ഡൊമീഷ്യൻ വലിച്ചെറിഞ്ഞ പത്മോസിനകത്തും നീ പരാജിതനല്ല. ഉയർപ്പിനു വേണ്ടിയുള്ള 3 ദിവസം കാത്തിരിക്കാൻ പോലും മടി കാണിച്ചൊരു മനുഷ്യൻ നിന്റെ അകത്തുണ്ടായിരുന്നു. പത്മോസിന്റെ അകത്തളങ്ങളിൽ നിന്നെ വലിച്ചെറിഞ്ഞപ്പോ ചരിത്രകാരന്മാരെന്താ എഴുതുന്നറിയാവോ? ദേ ഒരു അസ്ഥിപഞ്ജര ഇരിക്കുന്നു, തൊക്ക് മൂടപ്പെട്ടവൻ, കണ്ണിന്റെ സ്ഥാനത്ത് 2 ചെറു ചലനം മാത്രം. അപ്പോഴും ആ മനുഷ്യൻ കുറുകുന്നു. എന്തിന്? ആമേൻ. ഇറങ്ങി വരാൻ ഒരുവനുണ്ട്. എന്തിന്? ഇതുവരെ കണ്ടിട്ടില്ലാത്ത രൂപത്തിലും ഭാവത്തിലും ലോകത്തിൽ ഒരുവന് പോലും വെളിപ്പെടാത്ത നിലകളിൽ ആ തേജസ്സിന്റെ തമ്പുരാൻ, മാറത്ത് പൊൻകച്ച കെട്ടിയവൻ, 7 നക്ഷത്രങ്ങളെ വലങ്കയിൽ പിടിച്ചവൻ, 7 നിലവിളക്കുകളുടെ നടുവിൽ നിൽക്കുന്നവൻ, അവൻ കാല് വെള്ളോടിന് സദൃശ്യമായത്, അവൻ മഞ്ഞുപോലെ വെളുത്തു പഞ്ഞി പോലെയുള്ള മുടി ധരിച്ചവൻ, അവൻ കണ്ണുകൾ അഗ്നിജ്വാല പോലെ, ഇരുവായ്ത്തലയുള്ള വാള് വായിൽ നിന്ന് പുറപ്പെടുന്നവൻ. ആ തേജസ്സിന്റെ രൂപം കാണാൻ നിന്റെ ശരീരം ബലഹീനം, അവൻ നിന്റെ ത്വക്ക് പൊതിഞ്ഞത്, അവൻ നിന്റെ ത്വക്ക് ചുളുങ്ങിയത്. യോഹന്നാൻ പറയുന്നു, എന്റെ ആന്തരിക നയനങ്ങൾ പ്രകാശിക്കുന്നുണ്ട്. വിറച്ചു നിൽക്കുന്ന നിന്റെ ചുമലിൽ നിന്റെ പ്രാണപ്രിയൻ കൈവച്ചിട്ട് എന്താ പറഞ്ഞറിയാമോ? ധൈര്യമായിരിക്കടാ, ഞാൻ ആൽഫയും ഒമേഗയുമാ. എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. എന്താണെന്നറിയാമോ? അവൻ സഭകളോട് നീ ദൂത് പറയണം. എന്തിനാണെന്നറിയാമോ? അവരുടെ ഭൗതിക വർധനവല്ല, ജയാളിയായി തീരാൻ കഴിയാത്ത ചില ന്യൂനതയുടെ മണ്ഡലങ്ങൾ ആത്മാവിലൊന്ന് കണ്ട് നീ അവരോട് പറയാൻ പറയാ. ഇന്ന് രാത്രി എന്നെയും നിന്നെയും ആത്മാവേൽപ്പിക്കുന്ന ശുശ്രൂഷ എന്താന്ന് മനസ്സിലാവുന്നുണ്ടോ? ഇന്ന് രാത്രി എഴുന്നേൽക്കുന്ന തലമുറ അനുഗ്രഹം മാത്രം പറയുന്നൊരു തലമുറയല്ല. ഇന്ന് രാത്രി നീ പോയി പങ്കെടുക്കുന്ന ചില മീറ്റിങ്ങുകളിൽ പലരും വരാൻ ഭയപ്പെടും. പലരും നിന്റെ മുമ്പിലിരിക്കാൻ പേടിക്കും. പലരും നിന്റെ വിവേചന കണ്ണുകളെ പേടിക്കും. ആമേൻ. ഇന്ന്
രാത്രി അന്തഃപുരത്തിനകത്ത് നടക്കുന്ന പാപത്തെ വെളിപ്പെടുത്തിയെടുത്ത് അവൻ ക്ഷമ നമാദന. പ്രാർത്ഥിച്ച് എല്ലാ കണ്ണുകളടച്ച് എല്ലാവരും പ്രാർത്ഥിച്ച്, ആരും അലക്ഷ്യമായി നിൽക്കാതെ സാധാരണമായ നിയോഗങ്ങളുമായി ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി നിൽക്കുമ്പോൾ എല്ലാ കണ്ണുകളടച്ച് എല്ലാവരും പ്രാർത്ഥിച്ച് നിന്റെ അടിമത്തങ്ങളുടെ മണ്ഡലം ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പൊളിക്കാൻ പോവാ. നിന്നെ ജയിപ്പിക്കാൻ കഴിയാതെ നിൽക്കുന്ന ഒരു മേഖല ഇന്ന് രാത്രി ആത്മാവ് തകർക്കാൻ പോകുകയാ. സധര ജഗൽഖരാധനാസിയര, അഭിഷേകത്തെ ഏറ്റെടുക്കാൻ കഴിയാതെ അകത്തളങ്ങളിൽ വീട് കിടക്കുന്ന ചില വലക്കണ്ണികളെ ആത്മാവ് ഇന്ന് രാത്രി പൊളിച്ചെടുക്കും. ഉഡബൽഖരാധന ദൈവാത്മാവരോട് പറയുന്നു, ഇതൊരു വിശുദ്ധ മന്ദിരമായി ഈ രാത്രി പരിശുദ്ധാത്മാവ് മാറ്റാൻ പോകുകയാണ്. നിന്റെ ചില അടിമത്ത മണ്ഡലങ്ങൾ ഈ രാത്രി തമ്പുരാൻ പൊളിച്ചെടുക്കാൻ പോകുകയാണ്. നിന്റെ രൂപം മാറും, നിന്റെ ഭാവം മാറും, നിന്റെ രീതി മാറും, നിന്റെ വസ്ത്രധാരണം മാറും. ചിലതിന്റെ മേൽ പൊത്തിഫറിന്റെ കുപ്പായമല്ല, ചിലതിന്റെ മേൽ പൊത്തിഫറുമായിട്ടുള്ള ബന്ധമുണ്ട്. നിന്നെ തകർത്ത ചില മണ്ഡലങ്ങൾ നീ കൂട്ടുകെട്ടിൽ പൊളിയേണ്ടവനാ. ബാംഗ്ലൂരിന്റെ തെരുവീഥിയിൽ കേരളം വിട്ടുള്ള സ്റ്റേറ്റുകളിൽ വ്യാപരിക്കുന്ന ഒരു ശക്തി നിന്റെ പിന്നിൽ നിഴൽ പോലെ നിൽപ്പുണ്ട്. ഇന്ന് രാത്രി അതിനെ കത്തിക്കുക തമ്പുരാൻ. അതട്ടെ വിരൽ ചൂണ്ടി ഞാൻ കൽപ്പിക്കുന്നു, ദുരാത്മാവേ അഴിയേ. നിന്നിലെ ശുശ്രൂഷ പുറത്തു വരട്ടെ, നിന്നിലെ ശുശ്രൂഷ പുറത്തു വരട്ടെ, നിന്നിലെ ശുശ്രൂഷ പുറത്തു വരട്ടെ. നിന്നെ പ്രവാചകനായി തിരിക്കാൻ പോവാ തമ്പുരാൻ. ജാതികൾക്ക് പ്രവാചകനായി ഈ രാത്രി ആത്മാവിനെ നിയോഗിക്കുക. ആ ചിക്കുൻ്റെ അനിയൻ അപ്പുറത്തിരിക്കുന്ന വന്ദനം കുളിച്ച് ഒരിക്കൽ കത്തിച്ച നിലവിളക്ക് കെട്ടുപോയി.
അതിൻ്റെ തിരിനാളങ്ങൾ അണഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് രാത്രി ആത്മാവ് വീണ്ടും അതിനെ തിരിച്ചു വരും, ഒന്നുകൂടെ തിരിച്ചു വരും. ദൈവാത്മാവിനോട് പറയുന്നു, നിശബ്ദമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ചിലത് ഇന്ന് രാത്രി തിരിഞ്ഞു വരാൻ പോകുന്നു. രക്ഷപ്പെടാൻ കഴിയാതെ കിടക്കുന്ന ചിലത് ഇന്ന് രാത്രി തിരിഞ്ഞു വരാൻ പോകുന്നു. ഈ മനുഷ്യൻ എന്താ പറയുന്നറിയാവോ? എനിക്ക് മാർവത്ത് ചാരാൻ എൻ്റെ യേശു ഇല്ലെങ്കിൽ എനിക്കിപ്പോ ഒരു കാര്യം മനസ്സിലായി, എന്നെ ഉപദേശിക്കുന്ന അഭിഷേകം എൻ്റെ ഉള്ളിൽ വസിക്കുന്നു. അക്ഷരികമായി ചാരാൻ ഒരു മാർവിട ഇന്ന് രാത്രി വേണോ? അതോ അനുദിനെ ഉപദേശിക്കുന്ന അഭിഷേകം നിന്റെ അകത്തു വസിക്കുന്ന ഒരാത്മമണ്ഡലം ഇന്ന് രാത്രി തുറക്കണോ? ഇന്ന് രാത്രി തുറക്കണോ? ഇന്ന് രാത്രി തുറക്കണോ? ഇന്ന് രാത്രി തുറക്കണോ? പ്രഭുക്കന്മാരുടെ മേശകളിൽ ആത്മീക ദൂതുകൾ വിഭജിക്കേണ്ടവൻ നീ. അർഹതയുണ്ടോന്ന് ഇന്ന് രാത്രി ചോദിക്കരുത്. അർഹതയില്ല എന്ന നിന്റെ തോന്നലാണ് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൻ്റെ മുൻപിലെ അർഹത. നീ ചോദിച്ച ചോദ്യം ഇന്ന് രാത്രി തമ്പുരാൻ നിന്നോട് പറയുന്നേ. ഞാൻ പറയുന്ന വ്യാജമാണെങ്കിൽ ഇപ്പോ നീ പറയണം. നിനക്ക് അർഹത ഉണ്ടോന്ന് തീരുമാനിക്കുന്നത് നീ അല്ല. അർഹതയില്ല എന്നുള്ള നിന്റെ ചിന്തയാ ഇന്ന് രാത്രി നിന്റെ അർഹതയെന്ന് പരിശുദ്ധാത്മാവ് നിന്നോട് പറയുക. ഒരു വലിയ ബന്ധത്തിലേക്ക് പരിശുദ്ധാത്മാവ് ചിലതിനെ കൊണ്ടുപോകുന്നു. പിരിക്കാൻ കഴിയാത്ത ചില ബന്ധങ്ങൾ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നിനക്ക് തരാൻ പോവാ. ഒരു ശുശ്രൂഷയല്ല ഇന്ന് രാത്രി സംഭവിക്കാൻ പോകുന്നേ. നിനക്ക് പിരിഞ്ഞു പോകാൻ പറ്റാത്ത നിലകളിൽ പത്മോസിന് നിന്നെ പിരിക്കാൻ ഒക്കുകയില്ല. ഇനി ഡൊമീഷ്യന് നിന്നെ വെല്ലുവിളിക്കാൻ ഒക്കുകയില്ല. ഇനി പത്മോസിന്റെ ഏകാന്തതകൾക്ക് നിന്നെ മാറ്റാൻ ഒക്കുകയില്ല. ഇനി ഒന്നിനും മാറ്റാൻ കഴിയാത്ത നിലകളിൽ ഇന്ന് രാത്രി നിന്നെ അടച്ചുപൂട്ടി ബന്ധിക്കുന്ന ഒരഭിഷേകത്തിന്റെ പകർച്ച സമരദരജന ഇന്ത്യൻ പാർലമെന്റ് മണ്ഡലത്തിനകത്ത് ഫയൽ നോക്കുന്നവൻ നിന്നോട് ചേർന്ന് നിന്ന് ആത്മാവിൽ ആരാധിക്കുന്ന ദിനങ്ങൾ 3 മാസത്തിനകം ദാസിയെ വെളിപ്പെടു വരികയോ. പിരിയാൻ കഴിയാത്ത നിലകളിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിന്നെ ബന്ധിക്കുകയപ്പോ. വേർപിരിയാൻ കഴിയാത്ത നിലകളിൽ ഇന്ന് രാത്രി ആത്മാ താങ്ങാൻ കഴിയാത്ത നിലകളിൽ ഒരു ആത്മബന്ധത്തിന്റെ പകർച്ച. ഇന്ന് പതിവ് തെറ്റും. ഇന്ന് പതിവ് തെറ്റും. നീ പ്രാർത്ഥനാമുറികൾ വിട്ടുപിരിയാത്തവനായി നിൽക്കേണ്ടി വരും. നിനക്ക് ഭക്ഷണം കഴിയാൻ എഴുന്നേറ്റു പോകാൻ കഴിയാത്ത നിലകളിൽ ഇന്ന് രാത്രി കരുത്തിന്റെ മേഘം ഈ രാത്രി നിന്നെ മൂടും.
അധികാരം കൈയാളേണ്ട സഭ ആത്മമണ്ഡലത്തിൽ പരാജയത്തെ നേരിടുന്നെന്ന് മാർവത്ത് ചാരിയിരുന്ന യോഹന്നാനെ നിന്റെ ഹൃദയത്തിൽ ആത്മാവ് പറയുന്നെങ്കിൽ ഇന്ന് രാത്രി നിനക്ക് അത്ഭുതങ്ങൾ പ്രവചിക്കുന്ന ഒരു ശുശ്രൂഷയല്ലല്ലോ ദൈവാത്മാവ് വയ്ക്കുന്നത്. ഇന്ന് രാത്രി തമ്പുരാന്റെ തിരുഹൃദയത്തിന്റെ നോവടയ്ക്കത്തക്ക തരത്തിൽ ഭൂമണ്ഡലത്തിൽ വ്യാപിച്ചു കിടക്കുന്ന സഭകൾ ഇന്ന് രാത്രി പരാജയത്തെ മാറ്റി ജയാളിയാകുന്ന കഴിഞ്ഞ തവണ ചരൽക്കുന്ന് നീ കേട്ടത് സഭയെ കുറിച്ചാണെങ്കിൽ ഇന്ന് രാത്രി ചരൽക്കുന്നിന്റെ രാത്രി നീ കേൾക്കുന്നത് സഭയെ പരാജയപ്പെടുത്താൻ സമ്മതിക്കാതെ മതില് കെട്ടി നിൽക്കുന്ന ഒരു പുരുഷന്റെ എഴുന്നേൽപ്പിനെ കുറിച്ചാ. പ്രസ്ഥാനമാന്ന് പറഞ്ഞ് നീ വിടുകയല്ല നീ ഒരു സഭയും. ഒറ്റ കൂട്ടായ്മയും പാരമ്പര്യമാന്ന് പറഞ്ഞ് നീ തള്ളിക്കളയല. അതാ നിന്റെ അവകാശം. ജയിപ്പിക്കണം, ജയിപ്പിക്കണം, ജയിപ്പിക്കണം. ജയിപ്പിക്കണമെങ്കിൽ നിന്റെ ചുമലിൽ കൈവച്ചു നിൽക്കുന്ന തമ്പുരാൻ നിന്നോട് പറയണം, എന്ത് അവർക്ക് 9 ഗുണമുണ്ട്, പക്ഷെ അതെ ഇതിൽ പാളാൻ പോവാ. നിന്റെ ഭീരുത്വത്തെ ഇന്ന് രാത്രി തമ്പുരാൻ പൊട്ടിച്ചു കളയും. നിന്റെ പ്രയോജനമില്ലാത്ത ഉണക്ക കച്ചവടത്തിന്റെ ബന്ധനം അതൊരു കട്ട. ആത്മാവീരാത്രി നിന്റെ കലവറ നിറയ്ക്കാൻ പോവാ. ഏൽപ്പിച്ച ശുശ്രൂഷയുടെ തീ ഏറ്റെടുക്കാൻ കഴിയാത്ത നിലകളിൽ നിന്നെ ബന്ധിച്ചൊരു കുടുക്കത്തിനകത്ത് കിടപ്പുണ്ട്. പൊട്ടിക്കോ തമ്പുരാൻ ഇന്ന് രാത്രി. നിനക്ക് ആ ഒരു ബന്ധത്തിലേക്ക് പോകാൻ പറ്റുന്ന ഇന്ന് രാത്രി. നിന്നെ ഒരു കരുത്തുള്ള പ്രവാചകനാക്കാൻ തമ്പുരാൻ എത്ര വട്ടം മനസ്സ് വെച്ചു. നീ ഇനി ഏത് കാഹളത്തിനാ കാത്തു നിൽക്കുന്നേ? നിനക്കിനി എന്ത് ഉറപ്പാ അവൻ തരണ്ടേ? സംശയ വിചാരത്തെ ഇന്ന് രാത്രി പൊളിച്ചാൽ കൃപാവരത്തെ ഇന്ന് രാത്രി നീ ജ്വലിപ്പിക്കും. ദൈവാത്മാവരോട് പറയുന്നു, അനേകരുടെ മേൽ അസാധാരണ ശുശ്രൂഷയുടെ പുതപ്പ് കിടപ്പുണ്ട്. എന്നാൽ ബുദ്ധിമണ്ഡലത്തിൽ അവരെ കുരുക്കിയിട്ടിരിക്കുന്ന ഒരു ദുർബുദ്ധിയുടെ വ്യാപാരം ഈ രാത്രി നിന്റെ മേൽ ഇറങ്ങുന്ന അഭിഷേകത്താൽ പൊളിയാൻ സ്വീകരിക്കേ, 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 സ്വീകരിക്കേ. ആ ബുൾഗാൻ താടി എങ്ങ് വിളിച്ചേ. എന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന നിങ്ങൾ തന്നെ ഒരു വിളിയുടെ വെളിപ്പാട് നിനക്ക് തരുക. ഒരു വിളിയുടെ വെളിപ്പാട് ഈ രാത്രി നിനക്ക് തരുക തമ്പുരാൻ. നോർത്ത് ഇന്ത്യയുടെ മേഖലയിലും UK മണ്ഡലത്തിലും മാറിയും തിരിഞ്ഞും നിന്റെ പ്രാർത്ഥനകൾ കയറിപ്പോകും.
ട്രാൻസ്ലേറ്റ് ചെയ്യൂ, ട്രാൻസ്ലേറ്റ് ചെയ്യൂ, ട്രാൻസ്ലേറ്റ് ചെയ്യൂ. ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ടോ? ചെയ്യുവോ? പറ. അങ്ങനൊരു ശുശ്രൂഷയുണ്ട്, അങ്ങനൊരു ശുശ്രൂഷയുണ്ട്, അങ്ങനൊരു ശുശ്രൂഷയുണ്ട്. ഒരു കാലഘട്ടം ശക്തന്മാരോട് ചേർന്ന് നീ നിൽക്കും, അത് കഴിഞ്ഞ് നീ ഒറ്റയ്ക്ക് നിൽക്കും. ആമേൻ, ആമേൻ. നിന്റെ പോരാട്ടം എന്തോന്ന് നിനക്ക് മനസ്സിലായിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? ഒരിക്കലും നന്മയെ കേന്ദ്രീകരിക്കാൻ നിന്റെ മനസ്സിനെ പിശാച് അനുവദിക്കത്തില്ല. നെഗറ്റീവ് ചിന്താഗതികളുടെ മേഖലകളിൽ എന്നെ നോക്കി, നിങ്ങളുടെ കാര്യം ഞാൻ പറയുന്നത്, എന്നേക്കാളേറെ നിങ്ങൾക്ക് ഇതറിയാവുന്നത്. ആ മേഖലയിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഒരു വിടുതലയ്ക്കുക. നിങ്ങളുടെ ശുശ്രൂഷയുടെ തടസ്സത ജയിക്കുന്നവന്, ജയിക്കുന്നവന്, ജയിക്കുന്നവന്. ഇത് പറയാൻ തമ്പുരാൻ ഒരു യോഹന്നാനെ വേണം. വ്യത്യാസം എന്താണെന്നറിയാവോ? സുവിശേഷങ്ങളിൽ ഈ മനുഷ്യൻ പേര് പറഞ്ഞില്ല. യേശു ഏറ്റവും കൂടുതൽ സ്നേഹിച്ച പക്ഷെ വെളിപ്പാട് പുസ്തകത്തിൽ അയാൾ പറഞ്ഞു, ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിലും കൂട്ടായ്മയിലും സഹിഷ്ണുതയിലും പങ്കാളിയായ യോഹന്നാൻ എന്ന ഞാൻ. അവൻ്റെ രാജ്യവും അവൻ്റെ വചനവും നിമിത്തം പത്മോസിലായിരുന്നപ്പോൾ കർത്തൃദിവസത്തിൽ ഞാൻ ആത്മാവിഷനായി. പത്രോസിന്റെ ശബ്ദ ഇന്നലകളിൽ നിന്നെ സ്വാധീനിച്ചപ്പോ യേശുവേ, നിന്റെ ശുശ്രൂഷയ്ക്ക് എതിരെ നിൽക്കുന്നത് ആരാന്ന് മനസ്സിലായോ? നിന്നെ സ്വാധീനിക്കുന്ന ചില പത്രോസുമാരുടെ ശബ്ദം നിശബ്ദമായി നിന്നെ പിന്മാറ്റുന്നില്ല, പക്ഷെ ഒഴുക്കുന്നുണ്ട്. ഇന്ന് രാത്രി അവൻ നിന്നെ ശക്തീകരിക്കുക. ദൈവമക്കളെ, തിരുനിവാസത്തിൽ ഇറങ്ങിയൊരു തേജസ്സും കൂടാരത്തിൻ്റെ മുകളിൽ ഇറങ്ങിയൊരു മേഘവും ഇന്ന് രാത്രി ഇവിടെ ഉണ്ട്. ഇന്ന് രാത്രി ഇവിടെ ഉണ്ട്. ഇന്ന് രാത്രി ഇവിടെ ഉണ്ട്. ആ ചുവന്ന ഷാളിട്ട സിസ്റ്റർ വന്നേ. തിരിഞ്ഞു നോക്കുന്നയാൾ തമ്പുരാൻ ഒന്ന് ഏൽപ്പിച്ചാൽ അത് ചെയ്യാനുള്ള ധൈര്യമുണ്ടോ നിനക്ക്? ഉണ്ടോ? ഇല്ല. കഴിഞ്ഞ 6-ൽ പരം വർഷങ്ങൾ കൊണ്ട് നിന്റെ ജീവിത മണ്ഡലത്തെ തിരിച്ചു ഇറക്കിയത് ഒന്നിനെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പണിത് ഒരു വാഗ്ദത്ത മണ്ഡലത്തിലേക്ക് നിന്നെ മാറ്റാൻ പോവുക. ധൈര്യത്തിനായി പ്രാർത്ഥിച്ചോണം ഇന്ന് രാത്രി.
സഭകളെ ജയിപ്പിക്കുന്ന ഒരു ദൂതുവാഹിയായ ഒരു യോഹന്നാൻ, അയാൾ പിന്നീട് പറഞ്ഞെന്താണെന്നറിയാവോ? എന്നെ ഉപദേശിക്കുന്ന അഭിഷേകം എന്നിൽ വസിക്കുന്നു, അതുകൊണ്ട് അവൻ ഇരുന്നത് പോലെ ഈ ലോകത്തിൽ നാമും ഇരിക്കുന്നു. മറുരൂപമലയിലെ തേജസ്സല്ല, ജെയ്റോസിന്റെ ഭവനത്തിനകത്തെ മകളെ ഉയർപ്പിച്ച ശുശ്രൂഷയുമല്ല. അയാളിപ്പം പറഞ്ഞത്, അനുദിനം എന്നെ ഉപദേശിക്കുന്ന അഭിഷേകത്താൽ യേശുക്രിസ്തു ലോകത്തിൽ ഇരിക്കുന്നത് പോലെ നാമും ഇരിക്കുന്നു. അവൻ വെളിച്ചമാകുന്നു, അവനിൽ ഇരുള് ഒട്ടുമില്ല എന്നത് ഞങ്ങൾ അവനോട് കേട്ട് നിങ്ങളെ അറിയിക്കുന്ന ദൂതാകുന്നു. ഇരുട്ടൊട്ട് ഇല്ലാത്തൊരു തലമുറ, വെളിച്ചത്തിൽ മാത്രം നടക്കുന്ന തലമുറ, അഭിഷേകമകത്ത് വസിക്കുന്ന ഒരു തലമുറ. ആമേൻ. അവനിലും അവൻ നമ്മളിലും വസിക്കുന്ന ഒരു തലമുറ എന്ന് പറഞ്ഞാൽ, ഞാൻ നടന്നാൽ എൻ്റെ യേശു നടക്കുന്നത് ലോകം കാണും. അവൻ ഞാൻ പ്രസംഗിച്ചാൽ യേശു പ്രസംഗിക്കുന്നത് ലോകം കാണും. അവൻ ഞാൻ പ്രാർത്ഥിച്ചാൽ യേശു പ്രാർത്ഥിക്കുന്നത് ലോകം കാണും. നീ സഞ്ചരിച്ചാൽ യേശു സഞ്ചരിക്കുന്നത് ലോകം കാണും. അവൻ ഇന്ന് രാത്രി ആ നിലകളിൽ ആത്മാവ് നമ്മെ നിറയ്ക്കുമ്പോൾ പറയാൻ പറ്റുന്നുണ്ടോ? ഇന്നലകളിലെ പത്രോസുമാരുടെ സ്വാധീനം എന്നെ നിശബ്ദമായി ഒഴുക്കിയപ്പോൾ, ഒരു ഡൊമീഷ്യന്റെ നിലവിളിക്ക് പോലും എന്നെ പ്രതിസന്ധിക്ക് പോലും എന്നെ പിന്തിരിപ്പിക്കാൻ കഴിയാത്ത നിലകളിൽ സഭകൾക്ക് ദൂത് പറയുന്നതും, സഭയെ പണിയുന്നവനല്ല സഭയെ ജയിപ്പിക്കുന്നവൻ. ശാന്തമായ കരങ്ങളെ ഒന്ന് ഉയർത്താമോ? ശാന്തമായ കരങ്ങളെ ഒന്ന് ഉയർത്താമോ? ശുശ്രൂഷയെക്കുറിച്ചുള്ള ഒരു ഗ്ലാമറസ് ഇമേജ് എൻ്റെ അകത്ത് പൊട്ടട്ടപ്പ. ശുശ്രൂഷ സ്റ്റേജുകളല്ല, ശുശ്രൂഷ പെർഫോമൻസ് അല്ല, ശുശ്രൂഷ ചിലതിനെ ജയിപ്പിക്കുന്നതാ. നിനക്ക് വേണോ അത്? നിനക്ക് വേണോ അത്? ചില കൂട്ടായ്മകളുടെ പരാജയത്തിന്റെ കാരണം നിനക്ക് വെളിപ്പെടുത്താൻ ഈ രാത്രി ആത്മാവ് നിന്റെ വാതിൽക്കൽ നിന്ന് മുട്ടുന്നുണ്ട്. അപ്പ ഇതുവരെ അത് ഞാൻ ചോദിച്ചില്ല. എന്നാൽ ഇന്ന് രാത്രി സഭകളെ ജയിപ്പിക്കുന്ന, ലിസ്റ്റിട്ടവരെ വിവേചിക്കുന്ന, പിശാച് അവരെ കൊടുക്കാനിട്ടിരിക്കുന്ന പദ്ധതികൾ ആത്മാവിൽ കണ്ടവരോട് പറയുന്ന, പിശാചിന്റെ ആയുധമണ്ഡലങ്ങളെ അഫലമാക്കി കളയുന്ന ചില കൂട്ടായ്മകളെയും ദേശങ്ങളെയും കുടുംബങ്ങളെയും തകർത്തു കളയാൻ, ചില അഭിഷിക്തന്മാരെ ഒടുക്കിക്കളയാൻ വ്യാപരിക്കുന്ന പൈശാചിക പദ്ധതികളെ ആത്മാവിൽ കണ്ടതിനെ തകർത്തു കളയുന്ന, അവൻ പത്മോസിനകത്തിരുന്ന് സഭകളെ ജയിപ്പിക്കുന്ന ഒരു യോഹന്നാനാകാൻ
ആമേൻ. കുഞ്ഞുങ്ങളെ, പാപം ചെയ്യാതിരിക്കാൻ ഞാനിത് നിങ്ങളോട് പറയുന്നു. നിന്റെ ശുശ്രൂഷ 3 മണ്ഡലത്തിൽ ഓപ്പറേറ്റ് ചെയ്തു. കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് പാപം മോചിച്ചിരിക്കയാൽ ഞാൻ നിങ്ങളോട് പറയുന്നു. പിതാക്കന്മാരെ, ആദ്യം മുതലുള്ളവനെ നിങ്ങൾ അറിഞ്ഞിരിക്കയാൽ ഞാനിത് നിങ്ങളോട് പറയുന്നു. ബാല്യക്കാരെ, നിങ്ങൾ ശക്തരാകയാലും ദൈവവചനം നിങ്ങളിൽ വസിക്കുന്നത് കൊണ്ടും ഞാനിത് നിങ്ങളോട് പറയുന്നു. കുഞ്ഞുങ്ങളെ, നിങ്ങളവനെ അറിഞ്ഞിരിക്കയാൽ ഞാൻ നിങ്ങളോട് ഇത് പറയുന്നു. പിതാക്കന്മാരെ, ആദ്യം മുതലുള്ളവനെ നിങ്ങൾ അറിഞ്ഞിരിക്കയാൽ ഞാനിത് നിങ്ങളോട് പറയുന്നു. ബാല്യക്കാരെ, നിങ്ങൾ ശക്തരാകയാലും നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കയാലും ഞാൻ ഇത് നിങ്ങളോട് പറയുന്നു. നിന്നെ ഇന്ന് രാത്രി സ്വർഗം എങ്ങനെ അഡ്രസ് ചെയ്യണം? കുഞ്ഞുങ്ങളെന്നോ, പിതാക്കന്മാരെന്നോ, ബാല്യക്കാരെന്നോ? പാപം മോചിച്ചിരിക്കുന്ന ആദ്യ മണ്ഡലത്തിലെ കുഞ്ഞായിട്ട് നിന്നെ കാണണോ? ആദ്യം മുതലുള്ളവനെ അറിഞ്ഞ പിതാവായി നിന്നെ കാണണോ? അതോ വചനത്താൽ ശക്തരായി ദുഷ്ടനെ ജയിച്ച ബാല്യക്കാരനായി നിന്നെ കാണണോ? പറ. കുഞ്ഞിന്റെ മണ്ഡലത്തിൽ നിന്നെ പൊക്കും, നീ പിതാക്കന്മാരുടെ മണ്ഡലത്തിൽ ഉയരും. ഇന്ന് രാത്രി നിന്നെ ഒരു യുദ്ധവീരനായ ബാല്യക്കാരനാക്കാൻ നിന്നെ ഇന്ന് രാത്രി ശക്തനാക്കി, നിന്നെ ഇന്ന് രാത്രി ദൈവവചനം കൊണ്ട് സമ്പന്നനാക്കി, നിന്നെ ഇന്ന് രാത്രി പോരാളിയാക്കി, നിന്നെ ഇന്ന് രാത്രി ദുഷ്ടനെ ജയിക്കുന്ന ഒരു മണ്ഡലത്തിലാക്കി അവൻ നിന്നെ ബാല്യക്കാരനാക്കി നിർത്താൻ ഈ രാത്രി ആത്മാവ് ഇറങ്ങി വരുമ്പോൾ യുദ്ധത്തിനായി ഒരുങ്ങുക. അവനാടികളെ നിറയ്ക്കുക, അഭിഷേകം കൊണ്ട് ശക്തി പ്രാപിക്കുക, പ്രാർത്ഥനയുടെ വരത്തെ സ്വീകരിക്കുക, പുതിയൊരു പുതപ്പിലേക്ക് കയറുക, പർവ്വത മുകളിലേക്ക് ഓടി ചെല്ലുക, പ്രാർത്ഥനയുടെ മേഘത്തെ കാൽക്കീഴിൽ ആക്കി ഈ രാത്രി ജയിക്കട്ടെ. ഓ റോ റാ റാ സേ തേ റാ തേ. നീ കുഞ്ഞുങ്ങളല്ല, നീ പിതാക്കന്മാരുടെ പട്ടികയിലല്ല. ഈ രാത്രി നീ ജയാളിയായ ബാല്യക്കാരൻ. നിന്നിലുള്ള കൃപാവരത്തെ നീ സ്വയമായി ജ്വലിപ്പിക്കുന്ന 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 Sen